കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ഇതുവരെ അടിച്ചു ചികിത്സിക്കുന്നതിന് തെളിവ് പറഞ്ഞിട്ടില്ല. മൊയ്ലിയാമാര് അടിക്കാത്ത മൊയ്ലിയാമാര് പറയൽ എന്താന്ന് വെച്ചാൽ ഞങ്ങളും അതും തമ്മിൽ ബന്ധമില്ല. അടിക്കുന്ന മൊയ്ലിയാമാരെന്താ പറയാന്ന് വെച്ചാൽ ബാക്കിയുള്ളതിനൊന്നും ഞങ്ങൾക്ക് തെളിവില്ല. പിന്നെ ഇതിനെന്തിനാ തെളിവ്? അടിക്കാത്ത മുസ്ലിയാമാര് ഇതിനെപ്പറ്റി പറയില്ല, ഞങ്ങളും അതുമായിട്ട് ബന്ധമില്ല എന്നേ പറയുള്ളൂ. അടിക്കുന്ന ആളുകളോട് എന്താണ് നിങ്ങൾക്ക് ഇതിനുള്ള തെളിവ് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് എന്താണ്? ഇപ്പറയുന്നതിനൊന്നും ഞങ്ങളുടെ മറ്റുള്ള ഏർപ്പാടുകൾക്കും തെളിവില്ല, ഇതിനും തെളിവില്ല. എന്നാൽ ഇതിനാദ്യമായി തെളിവുണ്ടാക്കിയത് കുവൈത്ത് ശൈഖുമാരുടെ പണം കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ വിലക്കെടുത്ത് കളയാമെന്ന് വ്യാമോഹിച്ച് കേരളത്തിൽ പണിക്കിറങ്ങിയ PN അബ്ദുൽ ലത്തീഫ് മൗലവിയും കൂട്ടുകാരുമാണ്. PN അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ നാട്ടിൽ പുളിക്കൽ CRE എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു പരിപാടി, MSMന്റെ CREയുടെ വ്യാജ പേരിൽ ഖുർആൻ ശമനമാകുന്നു എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിന്റെ 12ാമത്തെ പേജിൽ പറയുന്നു, മാനസിക രോഗങ്ങൾക്ക് ഖുർആൻ ചികിത്സ നടത്താവുന്നതാണ്. ശൈത്താൻ ശരീരത്തിൽ പ്രവേശിച്ചാൽ മാനസിക രോഗങ്ങൾ ഉണ്ടാകാം. ആവശ്യമെങ്കിൽ ശൈത്താനെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ രോഗിയെ അടിക്കാവുന്നതാണ്. ആരാ? വിസ്ഡം. വിസ്ഡത്തിന്റെ ആളുകളാണ്. ഇതിനാണ് വിസ്ഡം എന്ന് പേരിട്ടത്. എന്തിന്? രോഗികളെ അടിക്കാം. ഇത് തെളിവ് കൊടുത്തപ്പോ സിറാജ് മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ വിചാരിച്ചു, മുജാഹിദീങ്ങൾ വരെ തെളിവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഏതായാലും അടിക്കാലോ. അങ്ങനെ അടിച്ചത്. അടിക്കുമ്പോ ഈ അടിചികിത്സ നടത്തുന്ന ആളുകളൊക്കെ പറയലെന്താ? ആ അടി ഈ രോഗിന്റെ ശരീരത്തിൽ കൊള്ളൂല, പിന്നെ അതൊക്കെ കൊള്ളണേ ജിന്നിനാണ്. അടി മുഴുവൻ കൊള്ളണേ ജിന്നിനാണ്. അതുകൊണ്ടാണ് ഈ മുസ്ലിയാര്, സിറാജുദ്ദീൻ മുസ്ലിയാര് ഹസീന മരിച്ചു വീണപ്പോ വാപ്പാനോട് പറഞ്ഞതെന്താ? ജിന്ന് തട്ടിയിട്ട് പോയി. സിറാജുദ്ദീൻ മുസ്ലിയാരല്ല, പിന്നെ ഈ ഇറങ്ങിപ്പോയ ജിന്ന് ഏതായാലും പോകല്ലേ, അപ്പൊ പിന്നെ ഹസീനനും തട്ടിയിട്ട് പോകാന്ന് വിചാരിച്ച് പോയതാണ്, അങ്ങനെ ജിന്ന് തട്ടിയതാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഈ മനുഷ്യനെ. നോക്കണം നിങ്ങൾ എത്രമാത്രം അള്ളാഹു പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ എത്രമാത്രം തിരിഞ്ഞു നടന്നു എന്ന്. സ്വന്തം മകൾ കൺമുമ്പിൽ വെച്ച് നട്ടെല്ല് തകർന്ന്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു പെൺകുട്ടിയെ കമിഴ്ത്തിക്കിടത്തി, അതും ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാത്ത ഒരു കുട്ടി, 2 കൈയും പുറകിലേക്ക് വലിക്കുക. അങ്ങനെ വലിക്കുമ്പോ പൊങ്ങിപ്പോരാതിരിക്കാൻ നട്ടെല്ലിൽ കാൽമുട്ട് അമർത്തി പിടിക്കുക. സമുദായത്തിന്റേത് അന്യായമായി തിന്ന് കൊഴുത്ത് ഈ ശരീരം ഈ അങ്ങാടിയിൽ നടക്കുന്ന മൂരിക്കുട്ടന്മാരെ പോലെയുള്ള ഈ സിറാജുദ്ദീൻ നട്ടെല്ല് തകർന്നു, ആന്തരാവയവങ്ങൾ തകർന്നു. അപ്പോഴും സുവോളജി വിദ്യാർത്ഥി കുപ്പിയുമായി മുന്നിൽ നിൽക്കുക. ഇപ്പൊ ജിന്ന് കുപ്പിയിൽ വീഴുന്നു വിചാരിച്ചു. ഈ സമുദായമാണ് ഇവിടെ വളരുന്നത്. അവർക്കുള്ള തെളിവുകളാ നൽകിയത് ഈ ആളുകൾ. ഈ തെളിവുകൾ നൽകിയപ്പോ അതിനെതിരെ മുജാഹിദുകൾ രംഗത്ത് വന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇത് നടത്തിയപ്പോ അത്തരം ആളുകളെ പിടിച്ച് മുജാഹിദുകൾ പുറത്തേക്കിട്ടു.